എല്ലാവർക്കും നമസ്കാരം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, നമുക്ക് രാശിഫലങ്ങളിലേക്ക് കടക്കാം. വൃശ്ചികക്കുറിൽ ജനിച്ചവരുടെ ജൂലൈ മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ചൊവ്വ 12-ാം തീയതി വരെ 6-ൽ സഞ്ചരിക്കുന്നതിനാൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പിന്നീട് ചൊവ്വ 7-ാം ഭാവത്തിലേക്ക് മാറി വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടും, മനോധൈര്യം അധികരിക്കും. 7-ാം തീയതി മുതൽ ശുക്രൻ്റെ സഞ്ചാരവും അനുകൂലമായതിനാൽ വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുന്നതുമാണ്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും മാറും. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന സമയമാണിത്. വിദ്യാകാരകനായ ബുധൻ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്കും ഈ മാസം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സൂര്യൻ മാസം തുടങ്ങുമ്പോൾ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ദോഷഫലങ്ങളുണ്ടാകും. സൂര്യന് തൊഴിൽസ്ഥാന ആധിപത്യം കൂടിയുള്ളതിനാൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽപരമായി ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണിത്. പിതാവിനും ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു പോകുന്നതാണ്. 16-ാം തീയതി സൂര്യൻ രാശി മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുന്നതുമാണ്. ജൂലൈ 5, 6 ഈ തീയതികൾ ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വൃശ്ചികക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൃശ്ചികക്കുറി ജനിച്ചവർക്കായുള്ള ജൂലൈ മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ധനുക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.